നമുക്ക് നമ്മുടെയൊക്കെ ഒരു ആവശ്യം, നമുക്കൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ വിളിച്ചു വെച്ചിട്ട് എന്താ ഇപ്പം കൊറോണയൊക്കെ വന്ന ടൈമിന് എന്താണ് ആവശ്യം എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ പോണ് അതൊക്കെ പറഞ്ഞ് ചോദിക്കും. ഉഷാരുടെ ഇപ്പോഴും നമുക്ക് ഒരാളെ കൂടെ കൊണ്ടു നടക്കണമെങ്കിൽ അതിനൊരു ക്വാളിറ്റിയുള്ള ആളെ കൊണ്ടു നടക്കുള്ളൂ. അതിനുള്ള ക്വാളിറ്റി. അപ്പം ഇതിനെ പറ്റി കുറേ സംസാരമൊക്കെ ഉണ്ട്. കുറേ പേർക്ക് അസൂയൊക്കെ സ്വാഭാവികമാണല്ലോ. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ ഷരടി നടക്കുന്നു, അങ്ങനെ നടക്കുന്നു. ഒരു സ്വന്തം വിളിച്ചിട്ട് പറഞ്ഞു കുറേ പേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗോവിന്ദച്ചമ്മയുടെ കൂടെ ഒന്നും എല്ലാം നടക്കുന്നത്, മമ്മൂക്കയുടെ കൂടെ പ്രശ്നമാണ്. എന്ത് മമ്മൂക്കയുടെ കാറിൽ കയറി അവനെ പൊരുത്തിയിട്ട് ഇത്രയും ദൂരം പോയി അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ. നമ്മളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് ഇഷ്ടമുള്ള ആൾക്കാരല്ലാതെ പുള്ളി ഇങ്ങോട്ടില്ല. മമ്മൂക്കയുടെ പടത്തിൽ അഭിനയിക്കാൻ മമ്മൂക്ക TV കണ്ടിട്ട് അതിലൊരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ട് ഭയങ്കര ആർട്ടിസ്റ്റൊന്നുമില്ല, ആളെ കണ്ടിട്ട് അയാൾ നമ്മുടെ പടത്തിൽ വേണം, അടുത്ത പടത്തിൽ പുള്ളി നമ്മളുടെ മമ്മൂക്കയുടെ കൂടെ ഒപ്പം നിൽക്കുന്ന കഥാപാത്രമാണ് മമ്മൂക്കയുടെ കൂടെ. അപ്പോൾ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മൂക്കയുടെ പടം നാളെ തുടങ്ങുന്നു, ജോണി ആന്റണി സംവിധാനം, തോപ്പിൽ ജോപ്പൻ സാം. വിളിച്ചു നെക്സ്റ്റഡായി, പറ്റിക്കുകയാണെന്ന് തോന്നി, ടെൻഷനായി. ഇല്ല ഉറപ്പാണെന്ന് ആയി. എൻ്റെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു എന്നെ മമ്മൂക്കയുടെ പടത്തിലേക്ക് മമ്മൂക്ക എന്നെ സജസ്റ്റ് ചെയ്തിട്ട് വിളിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. അപ്പോൾ കൂട്ടുകാരും ആകെ സന്തോഷത്തിലായി. ചെലവ് ചെയ്യണോട്ടാന്ന് പറഞ്ഞു. ചെലവ് ചെയ്യണം വാടക കിടന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു റൂം എടുത്ത് ചെലവ് ചെയ്ത് അവിടെ ഒന്ന് അടിച്ച് പൂസായി ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ്ങാണ്. മമ്മൂക്ക അടക്കം കൂടെ വെയിറ്റിംഗ് ആണ്. ഒരു സെറ്റ് മുഴുവൻ വെയിറ്റിംഗ് ആയി. വന്നിട്ട് വേണം ഒരാളും കൂടി ഉണ്ടല്ലോ ഇല്ലേ. പിന്നെ ആ സന്തോഷത്തിൽ അടിച്ചിട്ട് ഉറങ്ങിപ്പോയി. വേഷം പിന്നെ വേറൊരാൾ ചെയ്തു. നമുക്ക് മലയാള സിനിമയെ കണ്ടുപോരുതെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാല് ഞങ്ങളെ ഒരു പിഷുവും ഞാനും ധർമ്മനും അപ്പം ഞങ്ങൾ കുറേ ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ പല പരിപാടികളിലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ട്. ഞാൻ എഴുത്തിലുണ്ടാവും. ഇപ്പം മമ്മൂക്കയെ വെച്ചിട്ട് ഞങ്ങൾ സിംഗപ്പൂർ ഒരു ഷോ ചെയ്തു. മമ്മൂക്കയാണ് അതിനകത്തെ ഇത് മെയിൻ ആൾ. അപ്പം ഞങ്ങൾ സ്കിറ്റുകളുണ്ട്, പിഷുണ്ട്, ഞാനുണ്ട്, ഇവനുണ്ട്. അപ്പോൾ മമ്മൂക്കയുടെ ഒരു 136 സിനിമകളുടെ പേരുകൾ വെച്ചൊരു സ്കിറ്റ് ഉണ്ടാക്കി. അതാദ്യം ചെയ്തു. കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലുണ്ടത്. അപ്പോൾ അത് ഞാനൊക്കെ കൂടെയാണ് എഴുതിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സാധനം എഴുതി. അതായത് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ശ്രീനിവാസനും മമ്മൂക്കയും തമ്മിലുള്ള സംഭവം. ശ്രീനിവാസൻ്റെ റോള് ധർമ്മജനെ വെച്ചിട്ട് ഞാൻ എഴുതിയ സ്കിറ്റ്. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ ഒരു ടീമുണ്ട്, നമ്മൾ ആ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പം അന്നത്തെ കാലത്താണ് ഞാൻ പറഞ്ഞുതരാം. മമ്മൂക്ക പറയില്ല ലാസ്റ്റ് മൈക്കിൽ വന്നിട്ട് എൻ്റെ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു മമ്മൂസ്. അത് നേരെ തിരിച്ചാട്ടോ, ഉൾട്ടേറ്റാണ് പറയുന്നത്. അപ്പോൾ ഇത് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പിഷാരനോട് പറഞ്ഞാടാ മമ്മൂക്കനാണ് അത് എക്സ്പ്ലനേഡ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സിംഗപ്പൂർ അതിൻ്റെ നടുക്കിരുന്നാലാണ് എൻ്റെ കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ. സാധാരണ നമ്മൾ ഫ്രണ്ടിലല്ലേ ഏറ്റവും വലിയ അതിഥികളെ കൊണ്ടുവരുത്തുന്നതൊക്കെ. ഇതിൻ്റെ ഒരു നടുക്കാണ് ഇരിക്കേണ്ടത്. അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ സീറ്റിൻ്റെ ഇടയിൽ കൂടി പോകില്ലേ, അതേപോലെ പോയിരിക്കണം. അപ്പോൾ പിഷാരനോട് പറഞ്ഞാടാ മമ്മൂക്കനോട് പറയടാ ഒന്നിരിക്കാൻ പറയുമോ, ഞാൻ ഈ സ്കിറ്റ് അവതരിപ്പിക്കണം. ഓടാ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിഞ്ഞു കളഞ്ഞു. പിന്നെ ആൻഡോ ജോസഫാണ്. ആൻഡോ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ആൻഡോ ചേട്ടൻ ഒന്ന് മമ്മൂക്കനോടൊന്ന് അവിടെ വന്നിരിക്കാൻ പറയുമോ. പുള്ളി അതിനെക്കാട്ടി നൈസായിട്ട് ഒഴിഞ്ഞിട്ട് മോൻ തന്നെ പറ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ റൂം തുറന്ന് ചെന്ന് എന്താടാ ഒക്കെ ഞാനൊരു സ്കിറ്റ് കണ്ടു. പിന്നെ സ്കിറ്റ് ചെയ്യാനല്ല എന്നോട് കൂലിപ്പണി കൊണ്ടുവന്നാണോ? അങ്ങനെയല്ല, ഞാനൊരു സ്കിറ്റ് അവതരിപ്പിക്കുന്ന മറ്റേ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന അവൻ പറഞ്ഞു. സുനീഷ് എഴുതിയ അവൻ പറഞ്ഞായിരുന്നു. ശരി ഞാൻ എന്താ വേണ്ടത്? അപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ കാണാം, TV സ്ക്രീനിൽ കാണാം സ്റ്റേജിൽ നടക്കുന്ന സംഭവം. പുള്ളി അങ്ങനെ വിശ്വസിക്കാം. ഒന്ന് ഞാനത് അവതരിപ്പിക്കുമ്പോൾ അവിടെ വന്നിരിക്കാൻ പറ്റും. അവിടെ ഉണ്ടല്ലോ, ഇവിടുന്ന് കണ്ടാൽ പോരെ. പിന്നെ അവിടെ വന്നിരിക്കണം, ആരും വന്നിരിക്കണം എന്ന് ചോദിച്ചു. അല്ല നമുക്ക് അവിടെ വന്നിരുന്നാൽ നമുക്കൊരു സാന്നിധ്യത്തിൽ ഇരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നിൻ്റെ സെക്രട്ടറിയോടല്ലേ ജീവിക്കാൻ പുള്ളി ചെയ്തൊക്കെ പറയണോ എന്നൊക്കെ എന്ന് പറയുന്നുണ്ട്.
അവനെ സുരാജൊക്കെ സ്റ്റേജിൽ അപ്പോൾ കളിച്ചോണ്ടിരിക്കണേ അതിവിടെ എനിക്ക് കാണാം. ഞാൻ നമുക്കിനോട് വർത്താനം പറയുന്നുണ്ട്, സുരാജൊക്കെ സ്ക്രിപ്റ്റിലുണ്ട്. കേട്ടിട്ട് നമുക്ക് നടക്കും. എടാ അവിടെ ഇടയ്ക്കൂടി വന്നിട്ട് വേണം നടുക്കിരിക്കാൻ. നിനക്ക് ഇവിടെ ഒന്ന് പ്രോഗ്രാം ചെയ്തിട്ടില്ലല്ലോ നേരത്തെ, അതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആൾക്കാരുടെ ഇടയിൽ കൂടി കാര്യം മാറ്റി വെച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. പറയാൻ പറ്റുമെങ്കിൽ അപ്പോൾ ഞാൻ നോക്കുമ്പോഴും ഇവിടെ തീരാറായി. ഞാൻ പോണം, ഞാൻ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കാം, ഡോറിൻ്റെ അവിടെ വന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ അപ്പോൾ തന്നെ ഓടിപ്പോയി പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഞാൻ കയറി. ഇവനെഴുതിയ സ്ക്രിപ്റ്റ് ഡയലോഗുകൾ തുടങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മമ്മൂക്ക ആൾക്കാരുടെ ഇടയിൽ കൂടി നടന്നു ഫ്രണ്ടിൽ അത് നമ്മൾ തിയേറ്ററിൽ കയറിപ്പോ ഇങ്ങനെ പോകൂലേ, അതേപോലെ പുള്ളി പോയിക്കൊണ്ടിരിക്കും. ഒരു കാര്യമില്ല പുള്ളിക്ക് എനിക്കൂട്ടി അങ്ങനെ ചെയ്യാനായിട്ട്. പക്ഷെ പുള്ളി വന്ന് ഇരുന്നു. ഞാൻ ഈ പരിപാടി ഇവനെ എഴുതിയ സാധനം ഞാൻ പ്രസന്റ് ചെയ്തു. ഞാൻ പുറകെ പോയിട്ട് കരഞ്ഞു പോയി സത്യം പറഞ്ഞാലേ. അയ്യോ നമ്മള് അത് ധർമ്മം മാത്രമല്ല, നമുക്കൊക്കെ മമ്മൂക്കാണ് ഇരിക്കുന്നത്. മമ്മൂക്ക വന്നാൽ ഞങ്ങളുടെ സ്കിറ്റ് കാണുന്നില്ലേ, അതിനപ്പുറം എന്നെ കട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു സംഭവം നോക്കട്ടെ. അത് വേറൊരു നടനാണെങ്കിലും എന്നോട് പറഞ്ഞ ചിലപ്പോൾ ഞാൻ പോലും എന്തായിരിക്കും എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ മമ്മൂക്കനെ പോലത്തെ ഒരാൾ വന്ന് ഇരുന്നിട്ട് സ്കിറ്റ് കഴിഞ്ഞിട്ട് ചിരിപ്പിക്കുന്ന സ്കിറ്റാണെന്ന് ഞാൻ ബാത്റൂമിൽ പോയിട്ട് കരഞ്ഞു പോയ ഒരു സന്ദർഭമാണ്. അത് മമ്മൂക്കയെ ചെയ്യുള്ളൂ. നമ്മൾ വഴക്കൊക്കെ പറയും, പിന്നെ ഞാൻ എന്ത് ചെയ്യാനട്ടാ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമെങ്കിലും ഭയങ്കരമായിട്ട് നമ്മളെ വിളിക്കുകയും അന്വേഷിക്കുകയും നമ്മളെപ്പറ്റി അന്വേഷിക്കുക. ഇന്നാളെ പിഷാരടി എന്നെ പറ്റി ഒരു കുറ്റം പറഞ്ഞു മമ്മൂക്കനോട്. അയ്യോടാ അവനെ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഞാൻ എൻ്റെ 2 ഇൻ്റർവ്യൂ എടുത്ത് നോക്ക്, അത് നല്ല വായനാശീലമുള്ളവനാണ്, എൻ്റെ നല്ല പദപരിചയമൊക്കെ ഉള്ളതിനാണ്, അങ്ങനെ പറയാൻ പറ്റാതെ പറഞ്ഞിട്ട് ഇവനെ പിണങ്ങി കൊല വിളിച്ച്. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ മമ്മൂക്കനോട് ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ, പുള്ളി എന്നെ പിണങ്ങി ഇടങ്ങേറാക്കിയെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരാളാണ് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ. വേറൊരു നടനം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരാൾ നമുക്ക് വേണ്ടിയിട്ടേ ചെറിയൊരു ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കണ്ണ് നനയിപ്പിച്ചൊരു സംഭവമാണ്. ഞാൻ പോയി പോയിരുന്നു കരഞ്ഞു പോയ സംഭവമാണ്. ഞാൻ ആരും കാണാണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്, ഞാൻ വിഷാരോടും പറഞ്ഞിട്ടില്ലേ കരഞ്ഞെന്നുള്ളത്. ഞാൻ പുറകെ പോയി ആ സ്കിറ്റ് കഴിഞ്ഞിട്ട് കരഞ്ഞതാണ്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി നിൽക്കുന്നൊരു ഇതുണ്ടായിരുന്നു. ആങ്കറിങ് പെൺകുട്ടി രണ്ടുപേരും ആങ്കേഴ്സാണ്. പിഷാരുടെ ആങ്കറിയാണ്. ടിനി ടോം, മമ്മൂക്ക, സുരാജ്, ഞാൻ. അപ്പോൾ ടിനി ടോം പറഞ്ഞു, ഞാൻ മമ്മൂക്കയുടെ വേഷത്തിലൂടെ ശരീരം കൊണ്ട് അഭിനയിച്ച് സിനിമയിൽ വന്നൊരാളാണ്. എനിക്ക് ഡബിൾ റോൾ അഭിനയിച്ചപ്പോൾ ഒരു വേഷം ഞാനാണ് ഇട്ടത്. അങ്ങനെ മമ്മൂക്കയുടെ ശരീരഭാഷയിലൂടെ സിനിമയിൽ വന്ന ഒരാളാണ്. എനിക്ക് മമ്മൂക്കയോട് ഒരുപാട് കടപ്പാടുണ്ട് എന്നൊക്കെ പറഞ്ഞു. സുരാജ് അവൻ പറഞ്ഞു, ഞാൻ മമ്മൂക്കയുടെ ശബ്ദം കൊണ്ട് സിനിമയിൽ വന്ന ആളാണ്. രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ശബ്ദം അങ്ങനെ കൊടുക്കാനും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് വന്ന് സിനിമയിൽ വന്ന ആളാണ്. എന്നെ അങ്ങനെ സിനിമയിൽ കൊണ്ടുവന്ന ആളാണ് മമ്മൂക്ക. എനിക്ക് വളരെ കണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനാ നിൽക്കണേ പറയാനില്ല. അപ്പൊ ഞാൻ മമ്മൂക്ക എന്നെ ഇങ്ങനെ നോക്കി, എന്താ പറയണേന്ന് നോക്കി. ഒന്നും പറയാനല്ലേ ഇനി വരുമ്പോൾ ഞാൻ പറഞ്ഞു, ടിനി ഇപ്പൊ പറഞ്ഞു, ടിനി രൂപം കൊണ്ട് മലയാള സിനിമയിൽ എത്തിയാളാന്ന് പറഞ്ഞു. സുരാജ് പറഞ്ഞു ശബ്ദം കൊണ്ട് വന്നതാന്ന് പറഞ്ഞു. പക്ഷെ ഞാനും മമ്മൂക്കയൊക്കെ സ്വന്തം കഴിവുകൊണ്ട് സിനിമയിൽ വന്ന ആളാണ്. മമ്മൂക്ക യൂട്യൂബിൽ കിടപ്പെട്ടതൊക്കെ